കല്ലു, നിന്റെ അമ്മയോടെ പോയി ആരുടെ അടുത്തെങ്കിലും ചോദിച്ചാ കണ്ടില്ല എന്ന് പറയും. നിന്റെ അമ്മ എന്തെങ്കിലും വാങ്ങിക്കാൻ പോയതാണോ? അല്ല, എനിക്ക് മിഠായി മേടിക്കാൻ പോയതാ. വേറെ ജോലിയില്ലേ നിനക്ക് മിഠായി വാങ്ങിക്കാൻ? ഒന്ന് പോയേ. പിന്നെ അമ്മ എവിടെ പോയി? അതല്ലേ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. അതാ ഞാനും നോക്കിക്കാം. കല്ലു, നമുക്ക് അകത്ത് പോവാം. വേണ്ട, ഇവിടെ ഇരിക്കാം. നിന്റെ അമ്മ എപ്പോ വരാനാ? അമ്മ വരും. അയ്യോ അമ്മൂമ്മ, അയ്യോ അമ്മമ്മ. നീ എവിടായി ഓടുന്നേ? എവിടായി ഓടുന്നേ? അമ്മൂമ്മ പറഞ്ഞിട്ടില്ലേ ഒറ്റയ്ക്കൊന്നും അവിടെ വന്ന് നിൽക്കരുതെന്ന്? പറഞ്ഞിട്ടില്ലേ മാറോ? രണ്ടുപേരോട് റോഡിൽ ഇറങ്ങി നിൽക്കല്ലേ എന്ന്? പിന്നെ എന്തിനാ കുഞ്ഞിനെ വിളിച്ചോണ്ട് ഇറങ്ങി വന്നേ? ലച്ചുവെച്ചാ കാണുന്നില്ല. അത് ലച്ചു ചേച്ചി എവിടെയെങ്കിലും പോയതായിരിക്കും, കൂട്ടുകാരുടെ വീട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മേടിക്കാനോ എന്തിനെങ്കിലും പോയതായിരിക്കും. നമ്മുടെ ലച്ചു ചേച്ചി ഇത്രയും രാവിലെ എണ്ണിച്ചങ്ങ് പോവും. അല്ല, അതും കുഞ്ഞു പറഞ്ഞത് ശരിയാ. അമ്മ മിണ്ടൂല. അതെന്തോ? എന്നെ കൂട്ടാതല്ല പോയത്. അയ്യോ, കുഞ്ഞിനെ കൂട്ടാതെ പോയത് കുഞ്ഞു ഉറങ്ങുമായതുകൊണ്ടായിരിക്കും. അപ്പൊ കൊണന്ന് കഴിഞ്ഞാൽ കുഞ്ഞു കരയത്തില്ലേ അമ്മയുടെ കൂടെ പോണോന്നും പറഞ്ഞോണ്ട്? അതുകൊണ്ടാണ് അമ്മ കൊണ്ടുപോവാഞ്ഞേ കേട്ടോ. ഹായ് ലച്ചു ചേച്ചി. എന്റെ അമ്മ സാരിയൊക്കെ ഉടുത്ത് കയ്യിലല്ല അമ്പലത്തിൽ പോയിട്ട് വരികയാണെന്നാ തോന്നുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ? അത് അമ്മൂമ്മയുടെ സാരിയാ. ചുമ്മാതല്ല ഇത്രയും ഭംഗി. അമ്മൂമ്മയുടെ സാരി അമ്മൂമ്മക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. നല്ല ഭംഗിയുണ്ട് ചേച്ചി. താങ്ക്സ്. നീ എന്ത് രാവിലെ അമ്പലത്തിൽ പോയോ? ഞാൻ വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് എന്നിട്ട് 5:30 നിർമ്മാലയം തൊഴാൻ പോയി. എനിക്ക് വയ്യ. ഏതമ്പലത്തിലാ പോയെ? ഇവിടുത്തെ ഈ ബാലഭദ്രകാളിയുടെ അമ്പലമില്ലേ, അവിടെയും കയറി പിന്നെ അയ്യപ്പൻ അമ്പലത്തിലും പോയി. എടി കൊച്ചേ, ഇരുട്ടല്ലായിരുന്നു അവിടെ? അതെ, അതിലല്ലേ ഫോണില് ടോർച്ച്. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇതൊന്നും അത്ര പതിവില്ലാത്തതാണല്ലോ. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേക്കുന്നു, അമ്പലത്തിൽ പോകുന്ന എന്താ കാര്യം? അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന കാര്യമൊന്നുമില്ല. ഈ ചില ദിവസങ്ങളൊക്കെ രാവിലെ ഇരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, അമ്പലത്തിൽ പോകാനൊക്കെ തോന്നൂല്ലോ. അങ്ങനെ തോന്നി പോയി. രാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അല്ലടാ ഭദ്രകാളി, നിന്നെ ഞാൻ നോട്ട് ഇട്ട് വെച്ചേട്ടോ, ഒന്ന് സൂക്ഷിച്ചോ. എന്തിനാണ് രാവിലെ വലിയ കാര്യത്തിൽ വേഷവിധാനങ്ങളൊക്കെ ആയിട്ട്? എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പ്രച്ഛന്ന വേഷം. പ്രച്ഛന്ന വേഷോ? എന്തു പ്രച്ഛന്ന വേഷം? എങ്ങനെയാ ചേച്ചി രാവിലെ സാരി കുഞ്ഞിനെ ഉടുത്ത്? ഇടി പണ്ട് അംഗനവാടിയിൽ എങ്ങാണ്ട പൊക്കോണ്ടിരുന്ന സമയത്ത് സാരി ഉടുക്കാൻ പഠിച്ചാണ്. അതിന് 2 കയ്യാള് വേണമായിരുന്നു. ഇന്ന് രാവിലെ എന്തോ ഉറക്കപ്പിച്ചിൽ ഉടുത്തോണ്ട് പോയത്. കൊടുത്തതിൽ എന്താ കുഴപ്പം? നല്ല വൃത്തിക്ക് കൊടുത്തിട്ടില്ലേ? നല്ല വൃത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് സിദ്ധു വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞു, അതാ. ചുമ്മാതല്ല, രാവിലെ എണീറ്റ് ഇത്രയൊക്കെ കലാപരിപാടി കാണിച്ച എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അമ്മൂമ്മ സംഭവം എന്താന്ന് വെച്ചാലേ, സിദ്ധുവിന്റെ കമ്പനിയിലെ അറബാബു ഇല്ലേ, അവരുടെ വീട്ടിൽ നിന്ന് എന്തോ വലിയ ഫാമിലി ഫംഗ്ഷനോ ഗെറ്റ് ടുഗദറൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ കമ്പനി സൈഡിൽ നിന്ന് സിദ്ധുവിനെ മാനേജറെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, വേറെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. നല്ല കാര്യം. അതിന് ചേച്ചി എന്തിനാണ് ഒരുങ്ങണേ? എടാ, അറബാബുവിനെ പരിചയപ്പെടുന്നു അവരുടെ ഫാമിലിക്ക്. അപ്പൊ എന്റെ അടുത്ത് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കാൻ പറ, വീഡിയോ കോൾ ചെയ്യാന്ന്. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇപ്പോഴാണ് പറഞ്ഞേക്കാം. എന്താ? ഇവിടുത്തെ സമയവും ദുബായിലെ സമയവും തമ്മിൽ 2.5 മണിക്കൂറൊക്കെ വ്യത്യാസമുണ്ട് കേട്ടല്ലോ. അതിന് പറഞ്ഞേ ഉള്ളൂ, ഓർത്താ ദൂക്കിക്കേണ്ട, അത്ര തന്നെ. എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. ഇങ്ങനെ സാരി ഒന്ന് പിടിച്ചിട്ടേ. പ്രസാദം തരല്ലേ വിളിച്ചേ? ഇതേ ഈ മടങ്ങി കിടക്കണം. ഓക്കെ, താങ്ക്സ്. അമ്മ ഞാൻ അകത്തുണ്ടാവേ. പ്രസാദം ഒന്നും ഇല്ലേ? വാ വല്ലോ, പഴം തരാം, പ്രസാദം തരാം. വാ. എനിക്ക് അമ്മൂമ്മ എടുത്താ മതിയോ? അമ്മൂമ്മ എടുത്തു. ഇനി വാ അമ്മാനും പറഞ്ഞു. எங்கதான் வச்சாங்க புரியவே மாட்டேங்கிறது. எங்கெல்லாம் தேடுறதுனோ? என்ன கனகவல்லி, ரொம்ப கோபமா தெரியுது. என்ன லட்சு, இங்க ஒரு பொருள் வச்சா காணமே காணோம். எங்கெல்லாம் தேடுறது தெரியுமா? എങ്ങനെ കാണാനാ? അമ്മൂമ്മയും കൂടെ അടുക്കളയിൽ കയറി പെരുമാറി കഴിഞ്ഞാ പിന്നെ ഒരു ഭാഗം ഇവിടെ കാണൂല. எவ்வளவுதான் தேடுறது? ஏ லட்சு, இந்த அம்மாட்ட ஏதோ சொன்னாலும் புரிய மாட்டேங்குது. എന്തോ അടി, എന്തോ ചുമച്ചോണ്ട് സിഗ്നൽ കൊടുത്തേ? എന്നെ പറ്റി എന്തോ കുറ്റം പറഞ്ഞോണ്ടിരുന്നതാ. ഒന്നും ഇല്ലമ്മാ. എന്തോ ഉണ്ട്.
അപ്പൊ നീയും എൻ്റെ അടുത്ത് കള്ളം പറയാൻ തുടങ്ങിയില്ലയോ? അമ്മൂമ്മയുടെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇടുകയാണ്. ഒരു സാധനം എടുത്ത് അതിന് എട്ടെടുത്ത് വെക്കില്ല. പിന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അമ്മൂമ്മ ദേഷ്യപ്പെടും. ഇതൊക്കെയാണ് പറഞ്ഞത്. അയ്യോ, ഞാൻ എപ്പോഴാണ് നിന്നോട് ദേഷ്യപ്പെട്ടിട്ടുള്ളത്? ഞാൻ എന്തോ വെച്ചെടുത്ത് വെക്കാത്തത്? ഞാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? അതെന്താ കനക അങ്ങനൊക്കെ പറയുന്നത്? அம்மா சும்மா அம்மா நான் கடுகு எங்க கேட்டேன் அவ்வளவுதான். அதுக்கு தான் இவ்வளோ பில்டப்ல கையில இருந்து போட்டு சொல்றா. ആ കൊച്ചുനാളി മുതലേ ലച്ചു കൈ നിട്ട് പറയാൻ ഭയങ്കര മിടിക്കുക. പ്രത്യേകിച്ചും എന്നെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരവസരവും അവള് പാഴാക്കാറില്ല. കനകാന്റി കൊള്ളാല. പിന്നെ കിട്ടുന്ന അവസരം പാഴാക്കുന്നത് ഞാനല്ല, അമ്മുമ്മയാണ്. ഒരു കൊച്ചുമോളൊന്നും ചിന്ന പോലെ അമ്മുമ്മ തരാറുണ്ടോ? ഇല്ലല്ലോ. എന്നെ കണ്ണി കണ്ടതൊക്കെ വിളിച്ച് പറയാറില്ലേ? ശപിക്കാറില്ലേ? ദേഷ്യപ്പെടാറില്ലേ? ഒച്ചെടുക്കാറില്ലേ? എന്തുവാ ലച്ചു നീ പറഞ്ഞേ? ഞാൻ എപ്പോഴാ നിന്നെ ശപിച്ചിട്ടുള്ളത്? ഞാൻ എപ്പോഴാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? എന്തോന്നത് രാവിലെ തന്നെ തുടങ്ങിയ അംഗമേ? എന്തുവാടാ ഇത്? പറയാനൊന്ന് പേടിപ്പിക്കുന്നോ? ഞാനാ പേടിപ്പിച്ചത്. லெச்சு நீ போமா, நான் இந்த வேலையெல்லாம் பண்ணிக்கிறேன். വേറെ എല്ലാം പണിക്കറ കൈയും കെട്ടി നോക്കി നിൽക്കുന്നുണ്ടില്ലയോ? ചേച്ചി ഇങ്ങനെ കൈയൊക്കെ കെട്ടി മാറി നിൽക്കും. എനിക്കുള്ള പ്രശ്നം വന്നാൽ ഗോതയിലോട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാ പിന്നെ പുലിയാണ്. ഭയങ്കര പുലിയാണ് പുലി. ഒരു വകയും ചെയ്യാതെ എൻ്റെ സാരി എടുത്ത് കൊടുത്തോണ്ട് ഒരുങ്ങി കെട്ടി ഇങ്ങനെ അങ്ങ് നിൽക്കുമല്ലയോ? അത് അമ്മൂമ്മ പറഞ്ഞത് കറക്റ്റാ. അമ്മൂമ്മയുടെ സാരിയെ കൊടുത്ത് ഒരുങ്ങി കെട്ടിയാണ് നിൽക്കുന്നത്. പിന്നെ പണിയെടുക്കുന്ന കാര്യം അത് ഞാനിന്ന് എടുക്കാൻ പോണില്ല. എന്താണാവോ കാര്യം? സിദ്ധുവിന്റെ കോളെ എപ്പോ വരും പറയാൻ പറ്റില്ലല്ലോ. എന്താ അടുക്കള പണിയെടുത്തോണ്ടിരിക്കുവാണെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റത്തില്ല? ഫോൺ എടുക്കാനൊക്കെ പറ്റും. പക്ഷെ വലിയ വലിയ VIP ആൾക്കാരെ കൊള്ളാമല്ലോ അമ്മൂമ്മ. അവര് വീഡിയോ കോൾ ചെയ്യണതിന്റെ ഇടയിൽ നമ്മൾ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് വേർത്തൊലിച്ചൊക്കെ പോകുന്ന ഭയങ്കര മോശമല്ലേ? ഒരു വൃത്തി വേണ്ടേ അമ്മൂമ്മ? അതുകൊണ്ടാ. പിന്നെ എല്ലാരോടും കൂടെ ഒരു കാര്യം പറയാം. സിദ്ധു വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുഖത്തെ കരിയും വേർപ്പും അതും ഇതൊക്കെ തുടച്ചിട്ടൊക്കെ വന്ന് നല്ല ഡീസൻ്റ് ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് സംസാരിച്ചോളാം. നാണക്കേട് ഉണ്ടാക്കരുത് പ്ലീസ്. വലിയ ആൾക്കാരെ കൊള്ളവാ. പിന്നെ ഞാൻ ഡ്രസ്സ് മാറണോ? ഡ്രസ്സ് മാറുമെന്ന് ചോദിച്ചാൽ ആ ടോപ്പൊക്കെ ഒന്ന് മാറ്റിയാൽ കൊള്ളാം. പിന്നെ ആ മുടി അതൊക്കെ ഒന്ന് വൃത്തിക്ക് കെട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അറബാബിന് എത്ര ഭാര്യമാരുണ്ടാവുമല്ലോ? സാധാരണ അവിടെ ഉള്ള അറബുമാർക്കൊക്കെ ഒരു 2-3 ഭാര്യയൊക്കെ ഉണ്ടാവാറുണ്ട്. നിന്നെ പോലെ അല്ലേ? അല്ല, നിനക്ക് കാമുകിമാര്, പുള്ളിക്ക് ഭാര്യമാര്, എല്ലാം കണക്കൊക്കെ. വേണ്ടേ? അത് വേണ്ടേ? അത് ഇങ്ങോട്ട് വേണ്ടേ? പിന്നെ വേറൊരു കാര്യം കൂടെ, സിദ്ധുവിന്റെ കോള് വരുമ്പോഴേ മക്കളെ, ചേട്ടാ, അളിയ, കൊച്ചാ, അച്ചച്ചാന്നൊന്നും വിളിച്ചോട് ചെല്ലരുത്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് കീപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് അമ്മൂമ്മ. ഞാൻ എന്താ പറയുന്നത്? ഞാൻ നോക്കാനേ വരുന്നില്ല. പിന്നെ പ്രശ്നം തീർന്നല്ലോ. ആ പ്രശ്നം തീർന്നു, സന്തോഷം. മോനെ, ഞാൻ വേർത്തിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ പറയണേ, ഒന്ന് ടച്ചൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാ. ഇപ്പൊ സമയത്രേ കാണും? 10 മണി. ഇവിടത്തെ അല്ലടാ, അവിടത്തെ. അവിടുത്തെ 7:30. സിദ്ധു പെണ്ണീറ്റ് കുളിച്ച് പരിപാടിക്ക് ചേച്ചിക്ക് ഇച്ചിരി മുല്ലപ്പൂ ഒഴിച്ചിരും. മുല്ലപ്പൂ. മുല്ലപ്പൂ എന്തിന്? തലേ വെക്കാം, വേറെ എന്തിന്? എടാ, അറബിയുടെ ഭാര്യമാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ നല്ല ഇംപ്രഷനൊക്കെ ക്രിയേറ്റ് ചെയ്യണ്ടേ? ഒരു നാടൻ ലുക്കൊക്കെ തോന്നിയ ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ പിടിക്കാന്ന് വിചാരിച്ചിട്ടാ. മേടിച്ചിരും. അതൊക്കെ മേടിച്ചുതരാം. ഈ മുല്ലപ്പൂ മേടിക്കാൻ പോകുന്നുള്ളത് പണ്ടത്തെ പോലെ അല്ല. അതിനെ പണി പിടിച്ച കേസാണ് അമ്മൂമ്മോ. ഈ കാക്കനാട് വരെ പോണം, ഭയങ്കര വെയില്, ചൂട്, പിന്നെ മുല്ലപ്പൂവിന്റെ കാച്ച് പോണോ? അനിയ 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 വാരിക്കോരി തരാടാ കാശ്. ഓക്കെ, അക്കൗണ്ടിലേക്ക് ഇട്ട് തരാടാ. അക്കൗണ്ട്? ഓക്കെ. എത്ര മാസം വേണം? ഈ സാരി കൂടെ ഒന്ന് പിടിച്ചു. വേറെ ഫണ്ടാണ് അതിന്. ഒന്ന് പിടിച്ചിടാടാ. പിടിച്ചിട്ട് കൂടെ ഇതിനല്ലേ കറക്റ്റ് ഹൈറ്റ് അല്ലേ? കൊച്ചിനെ വിളി, കറക്റ്റ് ഹൈറ്റ് ആണ്. അതാകുമ്പോ ഒരേ ഹൈറ്റിന് ചെയ്യാലോ. ഇനി അവിടെ ഇതിനു വേണ്ടി എവിടെ ഇരിക്കണ്? അടുക്കള നിന്നട്ടെ, എനിക്ക് ചൂട് വേർക്കിട്. ഫ്രിഡ്ജിനകത്ത് കയറി എളുപ്പമായിരിക്കും. അതേ, ദുബൈയിലെ വീഡിയോസ് ഒക്കെ അയച്ചു തരാം, അതൊക്കെ കണ്ടെങ്കിൽ ഇരുന്നാ മതി. ആ ചേച്ചി ആർക്കാ മെസ്സേജ് അയക്കുന്നത്? ഫ്രണ്ട്സിന്. ഓ, സിദ്ധാളയം വീഡിയോ കോളിൽ വരുന്ന കാര്യമായിരിക്കും. പിന്നെ ഫ്രണ്ട്സൊക്കെ അറിയട്ടെ ഞാൻ ദുബായിലെ വലിയ പരിപാടി അറ്റൻഡ് ചെയ്യുന്ന കാര്യം. ഹലോ, ഇന്ന് അച്ഛൻ വീഡിയോ കോൾ ചെയ്യുമല്ലോ. അച്ഛൻ മിഠായി കൊണ്ടുവരുമല്ലോ. അച്ഛൻ വരുമ്പോ മിഠായി കൊണ്ടുവരുമോ? അതിന് അച്ഛൻ വരണ്ടേ? ഏതെങ്കിലും കാലത്ത് വരുവാണെങ്കിൽ അമ്മ പറയാം മിഠായി കൊണ്ട് വരാൻ കേട്ടാ. കൊച്ചിന്റെ രീതി.
പിന്നെ ആകെപ്പാടുള്ളൊരു ആശ്വാസം എന്താന്ന് വെച്ചാൽ നല്ല ജോലിയും നല്ല ശമ്പളവും നല്ല സ്ഥലവും. എനിക്കൊരു കാര്യം അറിയോ, നിന്റെ അച്ഛൻ്റെ മുതലാളി ഉണ്ടല്ലോ UAE സുൽത്താൻ്റെ അകന്ന ബന്ധുവാ. പിന്നെ പറഞ്ഞു വരുമ്പോ മച്ചമ്പയായിട്ട് വരും മക്കളെ. അതായത് ഈ UAE സുൽത്താന്റെ അനിയന്റെ കുഞ്ഞമ്മയുടെ മൗത്തൂറോ അനിയത്തിയെ കെട്ടിയേക്കണത് നിന്റെ അച്ഛന്റെ അറബാബുവാണ്. അപ്പൊ ബന്ധു തന്നെ എന്തൊരു എടാ സിദ്ധു എന്നല്ലേ വിളിച്ചപ്പോ പറയാട്ടാ, അറബാബുവിന്റെ വീട്ടിലെ നമ്മുടെ വീട്ടില് പട്ടീനെയും പൂച്ചനെയൊക്കെയാണല്ലോ വളർത്തണത്. അവര് വളർത്തണത് എന്തിനാന്നറിയോ? കടുവ, പുലി, സിംഹം, കരടി ഇതൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കും. ചേച്ചി ഇവിടെ ഉണ്ടല്ലോ ഒരു കോഴി, ചെങ്ങനെ കിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ കിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചിരിക്കണ നമുക്ക് കുട്ടിത്തെ പങ്ക്. ആ അങ്കപ്പാരി. ഹായ്, എന്താണ് താങ്ക് യു. എന്താ സംഭവം? കേക്ക് കേക്ക് അമ്മ ഉണ്ടാക്കിയതാ. അമ്മ കേക്കൊക്കെ ഉണ്ടാക്കും. ആ അമ്മ വെറൈറ്റീസ് ഓഫ് കേക്ക് ഉണ്ടാക്കും. പറഞ്ഞു നീ കത്തെടുത്തുണ്ടാ ചെല്ല. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണോ? ഏയ് അമ്മ ഫ്രീ ടൈം കേക്ക് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ചോക്ലേറ്റ് കേക്കാ? അല്ല പ്ലം കേക്ക്. അതാ നടു കണ്ടിപ്പിരിപ്പൊക്കെ ഉണ്ട്. ഹായ് അലീന. ഹായ് കനക ആന്റി. സൗഖ്യമാ? ഇന്നലെ എന്തുവാ ചോദിച്ചേ? സൗഖ്യമാന്ന്. എന്തുവാ പറഞ്ഞേ? സൗഖ്യം തന്നെ. എന്നിട്ട് പിന്നെ എന്തിനാ ഇന്ന് ചോദിക്കണേ? அது என்ன நேத்துக்கு கேட்டா இன்னைக்கு கேட்க கூடாதா? അല്ല ചോദിക്കുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ കനകാന്റി ചോദിക്കണായിട്ട് കഴിഞ്ഞാൽ 5 വർഷം മുമ്പ് കണ്ടാലാ ഇപ്പൊ കാണുമ്പോ ചോദിക്കുന്നോണ്ടിരിക്കണേ. டே கேசோ അവിടെ കേക്ക് കെട്ടി நான் கட் பண்றேன். ഇപ്പൊ സിദ്ധുകളെയും വീഡിയോ കോൾ ചെയ്യണം. ഇപ്പൊ നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ അലീന ചേച്ചിയും കാണാലോ. എന്താ ചേച്ചി ഇന്ന് സ്പെഷ്യൽ ഉണ്ടോ? സാരി കൊടുത്ത് നിൽക്കുന്ന? അങ്ങനെ വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, പക്ഷെ ഒരു കുഞ്ഞ് സ്പെഷ്യാലിറ്റി ഉണ്ട്. അലീന യുനോ, സിദ്ധു ദുബൈയിൽ വലിയൊരു അറബാബുവിന്റെ കമ്പനിയിലാണല്ലോ വർക്ക് ചെയ്യുന്നേ. അപ്പൊ അറബാബുവിന്റെ വീട്ടില് ഇന്ന് വലിയൊരു ഫാമിലി ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അറബാബുവിന്റെ ഭാര്യയ്ക്ക് എന്നെ പരിചയപ്പെടണം. അപ്പൊ വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കുറച്ച് ട്രഡീഷണൽ ലുക്കിലൊക്കെ ഒരുങ്ങിയൊക്കെ നിൽക്കണ്ടേ, അതുകൊണ്ട് എടുത്തതാ. കൊള്ളാവോ? മതിയുടെ നിർത്തറേ. മനസ്സിലായി, എന്റെ ഭർത്താവ് അവിടുത്തെ എന്തൊരു വലിയ സംഭവം തന്നെ. ആടാ ഞാൻ പറയും, എന്റെ ഭർത്താവിന്റെ കാര്യം ഞാൻ ഇനി പറയും. എൻ്റെ ലച്ചു എന്തോ പറഞ്ഞിട്ട് എന്തോ കാര്യം. ഭാര്യയും കൊച്ചിനെയും കാണാനേ നാട്ടിൽ വരാൻ ഒരു ലീവ് കൊടുക്കുന്നില്ലല്ലോ. കണ്ണി ചോരയില്ലാത്ത അറബി. അമ്മൂമ്മ എന്നെ എന്തുവേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ അറബീനൊന്നും പറയരുത് കേട്ടാ. അമ്മൂമ്മ സിദ്ധുവിനൊക്കെ അറബി എന്ന് പറഞ്ഞ കൺകണ്ട ദൈവമാണ്. സിദ്ധുവിന്റെ പേഴ്സിലേ 2 ഫോട്ടോ ഉണ്ട്, ഒന്ന് എന്റെയും ഒന്ന് അറബിയുടെയും. അറിയോ, സ്വന്തം മോനെ പോലെയാണ് കാണണത്. എന്നിട്ട് അറബീനെ കുറ്റം പറയണ. சரி எப்படினாலும் கேக் சாப்பிடுங்க. സാപ്പിടുങ്ക പിള്ളേർക്ക് കൊടുക്ക. എടുത്താ കുഞ്ഞെടുത്താ? അമ്മൂമ്മ എടുത്താ? அலீனா மத்தியானம் சாப்பிட்டுட்டு போனா போதும். ഇല്ല ആന്റി, എനിക്ക് നേരത്തെ പോണം. അമ്മ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നുള്ളൂ. പിന്നെ ജോയ് ചേട്ടൻ്റെ വീട്ടിലുണ്ട്. അപ്പൊ നേരത്തെ പോണം. അലീന നല്ല കേക്ക്. മമ്മി എടുത്ത് പറയട്ടോ കേക്കിന്റെ ഒരു ബിസിനസ് തുടങ്ങാൻ. കേശുണ്ടായി കൊടുത്തു വിട്ടാ മതി, റോഡിൽ നടന്നോണ്ട് വെക്കും. ഇനി ഉണ്ടല്ലോ മക്കള് കേക്ക് തിന്നടാ, തിന്നെ അങ്ങനെ തന്നെ അടച്ചു വെയ്യത്. ഫുഡ് എന്നൊക്കെ പറയുന്നത് അവിടെ അറബാബുവിന്റെ വീട്ടിലെ ഫുഡ്. യുനോ ഒട്ടകം, ക്യാമൽ. ഈ ക്യാമലിനെ ഉണ്ടല്ലോ അവര് നിർത്തിപ്പൊരിക്കും, എന്നിട്ട് അതിന്റെ മുകളിൽ ഏണി വെച്ച് കയറി ഇരുന്ന് കഴിക്കും. എന്താലേ? ஏணி வச்சு ஏறுமா? എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? നിന്റെ അടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നോ? പോയി മുല്ലപ്പൂ മേടിച്ചോണ്ട് വാടാ മരവാഴെ. ആ മുല്ലപ്പൂ മരവാഴൊന്നും വിളിക്കില്ലോട്ട്, ഇൻസൾട്ട് ചെയ്യും. സോറി. മുല്ലപ്പൂ അല്ലേ? ഞാനും വരാം. മുല്ലപ്പൂ മേടിച്ചേ. കമാ லெச்சு ஒரு டவுட்டு. நீ சொன்னேல்ல ஒட்டகத்தை சாப்பிட்றதுக்கு நம்ம ஏணி வச்சு ஏறணும்னு, அந்த ஏணி நாம கொண்டு போகணுமா அல்ல அவங்க கொடுப்பாங்களா? എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ പോയി ടച്ച് ചെയ്തിട്ട് വരാം. ஏன் சொல்லாம போனா? ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു, പ്രണയം തഴുകും കരളിക്കനെ വാങ്ങി ദേവി. പൂവേ പുലി പൂവേ പുലി പൂവേ. ഇവിടെ ഇവിടെ ഇവിടെ. ആ
പൂവേ പൂവേ ഫ്ലവേഴ്സ്. ചേച്ചി മുല്ലപ്പൂ ശരി വില എന്നറിയൂ, തീ പിടിച്ച വില അടുക്കാൻ പറ്റൂലെന്ന്. ഞാൻ പിന്നെ വില വേശി ചത്തു. എടാ നിന്റെ ഈ പൊലിപ്പേര് കേൾക്കുമ്പോഴേ അറിയാം ഈ പേരിൽ എങ്ങനെയൊക്കെ പോയാലും ഒരു 10-200 രൂപ നീ വിഴുങ്ങിയിട്ടുണ്ടാവും. 200? എന്തൊരു ചേച്ചി പറയണേ? ഞാൻ എന്റെ ചേച്ചിയുടെ അങ്ങനെയൊക്കെ ചെയ്യൂ? നീ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യൂ. ഇപ്പൊ എന്തായാലും എന്താണ്, ഫ്രഷ് പൂവല്ലേ, ഫ്രഷ് ഫ്ലവേഴ്സ്. ഇതത്ര ഫ്രഷ് ഒന്നും അല്ലല്ലോ, ഇത് മണമില്ലടാ. വീഡിയോ കോളി മണം അറിയൂ. ചേച്ചി എനിക്ക് ഇച്ചിരി പൂ തരുമോ? തരാട്ടാ. എടാ അവിടെ വല്ല കത്രിക ബ്ലേഡ് ഉണ്ടോ നോക്കിയാ കട്ട് ചെയ്യാൻ. ആ ഹിയർ. പാറുവിന് തരയോ? എന്തുപറ്റി, കൂടി പോയാ? നിങ്ങൾ നേരെ വേണ്ട. എന്നാ കല്ലുമ്മയ്ക്ക്. ഹായ് മല്ലിപ്പൂ. കനകാൻറ്റി എൻ്റെ അടുത്ത് ഒന്നും തോന്നരുത്, ഈ പൂ ഞാൻ തരൂല. ആൻറ്റിക്ക് വേണമെങ്കിൽ ഞാൻ കേശോട്ട് വേറെ മേടിച്ചു തരാം. എന്തൊരു സങ്കടമായാ? സങ്കടായി, അതുകൊണ്ടല്ലേ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. കനകാന്റിക്ക് പൂവെന്ന് പറഞ്ഞ ജീവനാ. സോറി ഏട്ടാ, വേറെ മേടിച്ചു തരാവേ. ആ പൂ മേടിച്ചോണ്ട് വന്നോ? പിന്നെ അതൊക്കെ എൻ്റെ അനിയൻ കറക്റ്റ് സമയത്ത് എത്തിച്ചു തന്നുണ്ട്. ലച്ചു വേണ്ട, സിദ്ധു വിളിക്കുമ്പോഴേ നീ 1-2 പറഞ്ഞ് വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കല്ലേ. ഞാൻ എന്ത് പറഞ്ഞ് വഴക്കുണ്ടാക്കാനാ അമ്മൂമ്മ? അല്ല നിന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ ഇനി ഓരോന്നോരോന്നൊക്കെ പറഞ്ഞ് എൻ്റെ സ്വഭാവം മാറ്റരുത് കേട്ടാ. എടാ ഇപ്പൊ സമയം എത്രയായി കാണും? 3:30. എടാ ഇവിടെ അല്ല അവിടത്തെ. 2.5 മണിക്കൂർ ബാഗ്, ഒരു 1 മണി. 1 മണിയാ? ഈ അപ്പൊ ലഞ്ച് ടൈം ആയി കാണൂലേ? അശ്ശോ, അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഇപ്പൊ കോൾ ചെയ്യും. ഞാൻ പൂവൊക്കെ ഒന്ന് വെച്ചിട്ട് സെറ്റ് ആയിട്ട് വരാം. കേശുവേ ഇതൊന്ന് അടിച്ചു വാരിട്ടേക്കണേ. എന്താ അടിച്ചു വാരിട്ടേ, ആ ബ്ലേഡ് എടുത്ത് വെച്ചേ. ഞാൻ ഇവിടെ എന്തൊക്കെ പണിയാണ്, ഞാൻ അറിയത്തില്ല, ചോദിക്കാണ്. എല്ലാ പണി എടുക്കടാ. ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് ഇത്രയും ജാടയും കമ്മി, അതും വീഡിയോ കോളിൽ. മേഡം എന്തു പറ്റി? വിളിച്ചില്ലേ? എന്തു പറ്റി? അതെന്ത് പറ്റിയെന്ന് എനിക്ക് അതിനെ അറിയാം. ആ സമയം 5:30 അപ്പൊ അവിടെ ഒരു 3 മണിയൊക്കെ ആയി കാണുമല്ലേ? ലഞ്ചൊക്കെ കഴിഞ്ഞ് കാണുമല്ലോ. ആ ഇനിയിപ്പോ ചിലപ്പോ ഡിന്നറിന്റെ സമയത്ത് വിളിക്കാനായിരിക്കും. ലച്ചാച്ചി എന്താ? ഒന്ന് വന്നേ. ഇല്ല. വാന്ന്. എന്തിനാ? വായിച്ചു ഇങ്ങോട്ട്. മനുഷ്യരെ കിടക്കാൻ സമ്മതിക്കും. വിളിച്ചില്ലല്ലേ? അതല്ല മലയാളത്തിൽ പറഞ്ഞ ഇല്ലെന്ന്. മെസ്സേജ് അയച്ച? ആ അയച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? റിപ്ലൈ ഒന്നുമില്ല. റിപ്ലൈ ഇല്ലേ? லெச்சு லெச்சு சித்து கூப்பிட்டானா? ഇതുവരെയും കൂപ്പിട്ടില്ല. അയ്യോ നീ കൂപ്പിട്ട് പാரு. അങ്ങനെ അങ്ങ് കൂപ്പിട്ട് പോകാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, എന്താ മെസ്സേജ് അയക്കി, ഒന്നുകൂടെ മെസ്സേജ് അയക്കി, എപ്പോ വിളിക്കുമെന്ന് കറക്റ്റ് ചോര്. ആ അത് തന്നെ, ചോര് എപ്പോ വിളിക്കുന്നു കറക്റ്റ് ചോര്. ആ ചേച്ചി എന്താ? സിദ്ധുളെ വിളിച്ചാ? പിന്നെ വിളിച്ചല്ലോ. ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. കുറെ നേരം സംസാരിച്ച്. മെയിനായിട്ട് സംസാരിച്ചത് അറബിയുടെ ഭാര്യയാണ്. അറബി ഏത് ഭാഷയിലാ സംസാരിച്ചേ? തമിഴില് 3 അറബി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇതൊരു ഫ്ലുവൻ്റ് ആയിട്ടാണ് തമിഴ് സംസാരിക്കുന്നത് അറിയോ? പയറുമണി പോലെയാണ്. കനകാന്റി തോറ്റു. അയ്യോ കേസു അപ്പ എന്നെ കൂപ്പിട വേണ്ടിയതാനേ. ഇങ്ങനത്തെ ഇപ്പൊ എന്തോ പറഞ്ഞേ? തമിഴ് പേസിനാങ്കന്ന്. അതിന് മുമ്പ് എന്തോ പറഞ്ഞേ? വിളിച്ചില്ലെന്ന് പറഞ്ഞാ? ചേച്ചി വിഷമിക്കണ്ട, ഡിന്നർ സമയത്ത് വിളിക്കുമായിരിക്കും. വിഷമോ? ആർക്കും വിഷമം? എന്ത് വിഷമം? ഇനിയിപ്പോൾ അയാൾ എന്നെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ലച്ചു മോളെ, സിദ്ധു വിളിച്ചായിരുന്നോ? വിളിച്ചില്ലേ? അതെന്താ വിളിക്കാത്തെ? അമ്മൂമ്മ സിദ്ധുവിനെ വിളിച്ചു നോക്കി. ചേച്ചി മുല്ലപ്പൂ ഇപ്പൊ വാടും, കുറച്ചുകൂടെ കഴിഞ്ഞാൽ കരിഞ്ഞു. அது பரவாயில்ல, கேசுட்ட சொன்னா மறுபடியும் வாங்கி கொடுப்பான் இல்ல கேசு? പിന്നെ ഒരു 500 രൂപ ഇങ്ങട്. ഇപ്പൊ തന്നെ ഒരു 4
അല്ല അത് മോളെ അവിടെ പ്രതീക്ഷിക്കാതെ ഒരുപാട് ആൾക്കാർ വന്നു കാണും. അപ്പം അറബി തിരക്കാവത്തില്ലയോ? അപ്പം അതിൻ്റെ കൂടെ സിദ്ധും തിരക്കാവുകയെ. അതുകൊണ്ടായിരിക്കും മോളെ വിളിക്കാത്തത്. ആ പറഞ്ഞത് പോയിന്റ്. അല്ല എന്നാലേ ഈ സിദ്ധുവിൻ്റെ കാര്യത്തിൽ അറബിക്ക് ഇത്തിരി ശ്രദ്ധയൊക്കെ ആകാമായിരുന്നു. അമ്മമ്മേ, അറബാബുവിനെ കുറ്റം പറയാതെ അറബാബുവിനെ എപ്പോഴും സിദ്ധുടെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുമോ? എന്താ ശ്രദ്ധിച്ചാല്? അറബാവയുടെ മോനല്ലയോ സിദ്ധു? അല്ല മോനെ പോലെ സിദ്ധു എന്നല്ലേ അവള് പറയുന്നത്. அம்மா டென்ஷன் அடிக்க வேண்டாம் அம்மா. இப்போ அவங்க ரொம்ப பிஸியாக இருப்பாங்க. அப்புறம் மெதுவாக கூப்பிடுவாங்க. அப்போ நம்மளுக்கு எல்லாருக்கும் பேசலாம். മെസ്സേജ് അയച്ചത് കണ്ടില്ലേ? എന്നാ ഒന്ന് വിളിച്ചാലും നോക്ക്. അടിപൊളി നിൽക്കാതെ. തിരക്കിലായിരിക്കും, ഇനി ഇടന്ന് വിളിക്കേണ്ട കാര്യമില്ല. എന്നാലും ഹലോ ഹലോ സിദ്ധു. അല്ല അല്ല വിളിക്കാന്ന് പറഞ്ഞ എന്താ എന്ത്? അല്ല അപ്പൊ എപ്പോ വിളിക്ക? ഹലോ എന്താ என்னடா இது? ചോയില് അകത്തോട്ട് എന്താ മോളെ? എന്താ லெச்சு എന്താ കാര്യം പറ. അയാളുണ്ടല്ലോ, അയാള് സിദ്ധു. അയാൾ വേറെ കളനാണ്. സിദ്ധു കളനാ, അറബാബും കളനാ. എന്താ കാര്യം പറ. ദൈവമല്ലേ? കൺകണ്ട ദൈവമല്ലേന്ന്? പിന്നെ കൺകണ്ട ദൈവം എന്നെ കൊണ്ടൊന്നും. അല്ല അറബി പറഞ്ഞിട്ടാ വിളിക്കാൻ പറഞ്ഞെന്നല്ലേ പറഞ്ഞത്? വീഡിയോ കോൾ ചെയ്യണം, മോളെയും കുഞ്ഞിനെയും കാണണം എന്നൊക്കെ പറഞ്ഞെന്നല്ലേ പറഞ്ഞേ? എന്റെ അമ്മമ്മ ആ സിദ്ധുവിനുണ്ടല്ലോ ഒടുക്കത്തെ ചാടയാണ്. ഒടുക്കത്തെ ചാടാന്ന് വെച്ചാൽ ഒടുക്കത്തെ ചാടാ. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞെന്താണെന്നറിയോ? ഒരു തവണ കോൾ കട്ട് ചെയ്തതല്ലേ, പിന്നെ വിളിച്ചോണ്ടിരിക്കുന്ന എന്തിന്? എനിക്കാണെങ്കിൽ മൊത്തത്തിൽ എന്ത് കാര്യത്തിലാണ് ഞാൻ ഈ സാധനമൊക്കെ വലിച്ചു വാരി കൊടുത്തത്. എന്റെ ലക്ഷ്യം നിനക്ക് ഇച്ചിരി നേരം കൂടെ ക്ഷമിക്കാൻ വയ്യായിരുന്നോ? ചിലപ്പോ വിളിച്ചാലോ? അയാൾ വിളിക്കാനാ, ഇന്നെ വിളിക്കാനാ? അമ്മമ്മയ്ക്ക് തോന്നുന്നുണ്ട് അയാൾ ഇനി വിളിക്കൂന്ന്? രണ്ടുപേരും കളഞ്ഞാണ്. വിളിക്കോ വേണ്ട, ഒന്നും വേണ്ട. ഡിന്നർ ടൈമിൽ വിളിച്ചാലോ? ചിലപ്പോ തിരക്ക് മാറുമ്പോ വിളിക്കും മോളെ. கண்டிப்பா கூப்பிடுவாங்க லெச்சு. ഫോൺ റിങ്ങീണ് മാറി. കളിയും വിളിക്കണ്. സിദ്ധുവാ? ഓ വീഡിയോ കോള് എടുക്കട്ടാ? തിരിച്ചു പിടിക്കണ. ഞാൻ എടുത്തില്ലല്ലോ. കട്ട് ചെയ്യത്. കട്ട് ചെയ്യേ. കട്ട് ചെയ്യണ എന്തിനാ? വീഡിയോ കോൾ വിളിച്ചോണ്ടിരിക്കുക. കട്ട് ചെയ്യണ. ചെയ്ത് ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ വലിച്ചു പറിച്ച് കളയുകയും ചെയ്ത്. ഹലോ സിദ്ധു. സിദ്ധു ഒരു 5 മിനിറ്റ് ഞാനിപ്പം തിരിച്ചു വിളിച്ചാൽ മതിയോ? ശരി. പോയി പൂ മേടിച്ചോണ്ട് വാടാ. പൂ മേടിച്ചോണ്ട് വരാൻ. എവിടുന്ന് എങ്ങനെ? നീ എന്തെങ്കിലും ചെയ്ത് പൂ മേടിച്ചോണ്ട് വാടാ. പൂ മേടിച്ചോണ്ട് വാടാ. 1000 രൂപ. ഞാൻ പറഞ്ഞില്ല അറബാബ പാവാണെന്ന്. ശരിക്കും അറബാബിന് സിദ്ധു മോനെ പോലെയാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.